ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു കൊഞ്ച് റോസ്റ്റാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ കൊഞ്ച് ഫ്രൈ ആണോ റോസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കാതെയാണ് റെഡിയാക്കാൻ എടുത്തത് കേട്ടോ. എന്തായാലും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഓണം കഴിഞ്ഞതിൽ പിന്നെ വലുതായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഓണം കഴിഞ്ഞതിൽ പിന്നെ മാവേലിക്ക് നാട് കാണാനുള്ള തിരക്കായിരുന്നു ഓണത്തിനെങ്കിൽ. എനിക്ക് ഓണം തൊട്ട് ഹോസ്പിറ്റൽ കാണാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. ഓണത്തിനൊക്കെ എടുത്ത പല വീഡിയോസും ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടല്ലാതെ ഒന്നും വീഡിയോ ആക്കിയിട്ടില്ല. എന്തായാലും ഹോസ്പിറ്റലുകാർ എന്നെ കൊണ്ട് മടുത്തു. അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. കുറച്ച് പനിയും ശ്വാസമുട്ടലും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലായത് കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. എന്തായാലും എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇപ്പോഴെങ്കിലും ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് കൊഞ്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. മസാലയൊക്കെ തേച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് അതും കൂടി വേറൊരു ചട്ടിയിലേക്കാണ് ഇതെല്ലാം മാറ്റി വഴറ്റിയെടുത്തത്. അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മസാലക്കൂട്ടെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും ഞാൻ അതിലേക്ക് വീണ്ടും ഈ ഫ്രൈ ആക്കി വെച്ചിരുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊഞ്ചും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശകലം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.